ഗാന്ധി ജയന്തി ദിനത്തിൽ ഏതായാലും മഹാത്മാഗാന്ധിയെ പുകഴ്ത്തുകയാണ് RSS. സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ സംഭാവനകൾ അവിസ്മരണീയമാണെന്നാണ് RSS മേധാവി മോഹൻ ഭാഗവത് തന്നെ പറഞ്ഞത്. വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ ഗാന്ധിപാത പിന്തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു. ഹിന്ദുത്വ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന RSSനെ രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന സാമൂഹ്യ സംഘടനയായി ഉയർത്തിക്കാട്ടുന്നത് സംഘപരിവാറിന്റെ പുതിയ രാഷ്ട്രീയ നീക്കം തന്നെയാണ്. RSSന്റെ ചിഹ്നം പതിച്ച നാണയം പുറത്തിറക്കുക വഴി RSSന്റെ പൊതു സ്വീകാര്യത വർദ്ധിപ്പിക്കുക കൂടിയാണ് ലക്ഷ്യമെന്നതാണ് മനസ്സിലാക്കുന്നത്. आज 2 अक्टूबर है, इसलिए स्वर्गीय महात्मा गांधी जी की भी जयंती है. अपने स्वातंत्र्य की लड़ाई में उनका योगदान तो अविस्मरणीय है, परंतु स्वतंत्रता के बाद भारत कैसा हो, भारत का जीवन किस प्रकार के तंत्र से चले, उसके बारे में विचार देने वाले हमारे जो उस समय के दार्शनिक नेता थे, उनमें उनका स्थान अग्रणी है. हिंद स्वराज में उन्होंने वह चित्र का रेखांकन किया है. सादगी, विनम्रता और प्रामाणिकता के प्रतीक, और जिन्होंने देश के लिए अपने प्राण अर्पण किए, ऐसे സുനിൽ, എന്താണ് ഇപ്പോൾ RSSന്റെ ഗാന്ധി പ്രേമത്തിന് പിന്നിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. RSS മേധാവി മോഹൻ ഭാഗവത് തന്നെ ഗാന്ധിയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നു. വികസനത്തിന് മുന്നോട്ടു പോകുന്നതിൽ ഗാന്ധിപാത പിന്തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുകയും ചെയ്യുന്നു. വിനീത, ഹിന്ദുത്വ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് RSSന്റേത്. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലൊക്കെ തന്നെ RSSന്റെ പങ്കിനെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും RSS രൂപീകരണത്തിന്റെ ആദ്യത്തെ 50 വർഷം പരിശോധിച്ചാൽ സംഘടനാപരമായും രാഷ്ട്രീയപരമായും വലിയ നേട്ടങ്ങളൊന്നും RSSന് നേടാൻ കഴിഞ്ഞില്ല. അതേസമയം 80കളിലും 90കളിലുമൊക്കെയാണ് രാമജന്മഭൂമി മുന്നേറ്റത്തിലൂടെ പുതിയൊരു രാഷ്ട്രീയ നീക്കം സംഘപരിവാർ ദേശീയതലത്തിൽ നടത്തുന്നത്. അത് വലിയ വിജയമാവുകയും ഒക്കെ തന്നെ ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ മാറിമറിഞ്ഞു. ബാബറി മസ്ജിദ് ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം തന്നെ രചിക്കപ്പെട്ടു. ഏതായാലും അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ ചരിത്രമാണ്, സംഘടനാ സംവിധാന ചരിത്രമാണ് RSSനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഏതായാലും RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും ആ ഒരു തീവ്ര സാഹചര്യങ്ങളിൽ നിന്ന് മാറി RSS ദേശീയതലത്തിൽ ഒരു സാമൂഹ്യ സംഘടന എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നിറം മാറാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പഴയ കാലത്തിൽ നിന്ന് മാറി പുതിയ കാലത്തിലേക്ക് RSSും എത്തുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ തന്നെ നേരത്തെ RSS സ്വീകരിച്ചിരുന്ന നിലപാട് എന്നത് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നതായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മറിച്ചായതുകൊണ്ട് RSS അവിടെ നിലപാട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാലങ്ങളിൽ പുതിയ കാലത്ത് ആവശ്യമെങ്കിൽ നിലപാട് മാറ്റാം എന്നൊരു സമീപനത്തിലേക്ക് RSS വരുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. ഏതായാലും ഇതൊരു വലിയ രാഷ്ട്രീയ നീക്കം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. RSSും BJPയും ഒക്കെ തന്നെ പുതിയ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. ഏതായാലും ഈ സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ തന്നെ നമുക്കറിയാം RSSനെ വളരെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഗാന്ധിജി, സർദാർ പട്ടേൽ. പക്ഷേ ഗാന്ധിജിയെയും സർദാർ പട്ടേലിനെയും ഒക്കെ തന്നെ ഇപ്പോൾ ചേർത്ത് പിടിക്കാനാണ് RSS പ്രധാനമായും ശ്രമിക്കുന്നത്. ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് RSS എന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ ജനാധിപത്യത്തെയും അംഗീകരിക്കാത്ത സംഘടനയാണ് RSS എന്നാണ് ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഗാന്ധിജിയെ പ്രകീർത്തിക്കുന്ന ഒരു സമീപനത്തിലേക്ക് RSS വരുന്നു എന്നത് നല്ല മാറ്റം തന്നെയാണ്. പക്ഷേ ഇത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നീക്കം എന്താണ് എന്നറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കണം. ശരി, PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്.